ജയിലിലാവുകയാണ് എന്നുള്ള ഒരു ഉറപ്പായ സമയത്ത് എന്തായിരുന്നു? അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പറഞ്ഞത്, നിങ്ങളെയൊക്കെ ഐറ്റംസ് എന്നാണ് ഇയാൾ അഭിസംബോധന ചെയ്തത്. അണ്ടർ ഗാർമെന്റ്സ് ഉൾപ്പെടെ, അതായത് നമ്മുടെ അരയിൽ അരഞ്ഞ ബേസിക് ആയിട്ട് സാർ, ഞങ്ങൾ 7 പെൺകുട്ടികളെ 10-20 വനിതാ പോലീസുകാർ ചേർന്നാണ് ഇരയായി പോയൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇറങ്ങിയതിന്റെ പേരിലാണ് നമ്മളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. നമസ്കാരം, ഷൂട്ട് സൈറ്റിലേക്ക് സ്വാഗതം. ഇത് പിണറായിസത്തിൻ്റെ കാലമാണ്. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും പിണറായിസ്റ്റുകളാണ്. അതായത് സർക്കാരിന് അനുകൂലമല്ലാത്ത തരത്തിൽ ചിന്തിക്കാൻ പോലും പാടില്ല. ആ സാഹചര്യത്തിൽ സർക്കാരിനൊട്ടും ഹിതകരമല്ലാത്ത ചിന്തയ്ക്ക് ആരെങ്കിലും കാരണമായാൽ അവരെ നിശബ്ദരാക്കും. ആദ്യം വ്യക്തിഹത്യ, പിന്നെ ജയിൽ. ഇതാണ് പിണറായിസത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. അങ്ങനെ അകാരണമായി ജയിലിലായ ഒരു പൊതുപ്രവർത്തക, ഒരു യുവതി, അവരാണ് ഇന്ന് നമ്മുടെ അതിഥി. മറ്റാരുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിച്ച വീണ എസ് നായർ. നമസ്കാരം. നമസ്കാരം. വീണ ജയിലിലാവുമെന്ന് എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ല, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോലും ജയിലിൽ പോകേണ്ടി വരുന്ന കരുതിയില്ല. അങ്ങനെയല്ല, ഇതിനു മുമ്പ് ജയിലിലാകാമായിരുന്ന പല സാഹചര്യങ്ങളിലും നമ്മൾ ജയിലിൽ പോകേണ്ടി വന്നിട്ടില്ല. അതായത് സോഷ്യൽ മീഡിയ പോസ്റ്റ് മാത്രമല്ല, അതായത് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ സമര പരിപാടികളിലും അവരുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ 2 തവണ ഈ PSC വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു, ഒരു തവണ അങ്ങനെ 2 തവണ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടന്നിട്ടുണ്ട് ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈ സെക്യൂരിറ്റി സോൺ ആണല്ലോ സെക്രട്ടേറിയറ്റ്. അപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അവിടെ കടക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആങ്കറിൻ്റെ എത്രത്തോളം എക്സ്ട്രീം ആണെന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ അത്തരത്തിലുള്ള രീതിയിൽ. അപ്പോൾ അന്നത്തെ സാഹചര്യങ്ങളിൽ പോലും ഞങ്ങൾ റിമാൻഡിൽ പോയിട്ടില്ല. അപ്പോൾ ഇത്തവണയും സ്വാഭാവികമായും അങ്ങനെ ഒരു റിമാൻഡിൽ പോകേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കരുതിയത്. വീണയും നിങ്ങൾ എത്ര പേരായിരുന്നു? ഞങ്ങൾ ആകെ 7 പേരായിരുന്നു. അതിൽ 2 സംസ്ഥാന ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിൻ്റെ, ബാക്കിയുള്ളവർ ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളും ആണ് അറസ്റ്റിലായത്, കസ്റ്റഡിയിലായത്. നിങ്ങൾ 7 പേരെ അവിടെ കയറിയുള്ളൂ അങ്ങോട്ട്? അതെ, 7 പേരല്ല, ഞങ്ങൾ 12-13 പേരുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു 6-7 പേര് കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നിയമസഭയുടെ ഗേറ്റ് അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളവർ അതുകൊണ്ട് കയറാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്താ സംഭവിച്ചത്? അവിടെ ഞങ്ങൾ കടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും ഞാൻ വിചാരിക്കുന്നു അവർ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം ഞങ്ങൾ കടന്നത് സത്യത്തിൽ മെയിൻ ഗേറ്റിലാണല്ലോ സാധാരണ എല്ലാ പ്രതിഷേധങ്ങളും നടക്കുന്നത്. അപ്പോൾ മെയിൻ ഗേറ്റിൽ ഞങ്ങളും ഉദ്ദേശിച്ചിരുന്നത് മെയിൻ ഗേറ്റിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മെയിൻ ഗേറ്റിൽ വലിയ ഒരു പോലീസ് സന്നാഹം ഉണ്ടാകും, അവിടെ കടക്കാൻ സാധിക്കില്ല. എന്നാൽ പോലും അവിടെ നിന്ന് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വന്ന ഡയറക്ഷനിൽ സ്വാഭാവികമായും കണ്ടത് ഈ ഫസ്റ്റ് ഗേറ്റ്, ഈ ഗേറ്റാണ്. അപ്പോൾ ആ ഗേറ്റിലൂടെ എല്ലാവരും അങ്ങ് കടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സും എല്ലാവരും ഞങ്ങളെ പുറകെ ഓടുന്നുണ്ട്. അപ്പം എല്ലാവരും പെൺകുട്ടികളാണ്, പെൺകുട്ടികളുടെ ശരീരത്തിൽ പിടിക്കാൻ വരുമ്പോൾ ഞങ്ങൾ വിലക്കി, പെൺകുട്ടികളാണ്, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ആ സമയം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മെയിൻ ഗേറ്റിലുണ്ടായിരുന്ന വനിതാ പോലീസ് അടക്കം എല്ലാവരും എത്തിയാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ കൈ 2 മുറിഞ്ഞു, കാല് മുട്ടും വീണിട്ടാണ്. അപ്പോൾ പുറകെ ഞങ്ങളെ ഓടിക്കുകയാണല്ലോ, അപ്പോൾ അതിനിടയ്ക്കാണ് വീഴുന്നത്. അപ്പോൾ മുറിഞ്ഞു. എന്നിട്ട് ഈ കയ്യിൽ ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തും എൻ്റെ ഈ 2 കൈയും ഈ മുറിഞ്ഞ കാലും പിടിച്ചിട്ടാണ് ഇവരിങ്ങനെ പിടിച്ച് വലിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിന് ശേഷമുണ്ടായ കുറേ സംഭവങ്ങൾ വളരെയധികം നമുക്ക് മെൻ്റലി ഒരു ഹറാസ്മെൻറ്റ് പോലെ തന്നെ ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പൊതുജനങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ മുറിവുള്ള കയ്യിലൊക്കെ പിടിച്ചിവരിങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ AR ക്യാമ്പിലേക്ക് കൊണ്ടിറക്കുകയാണ്. AR ക്യാമ്പിൽ കൊണ്ടിറക്കുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സ്വാഭാവികമായി ഉച്ചയ്ക്ക് 1 മണി സമയത്താണ് ഇത് നടക്കുന്നത്. ആ സമയത്തെ വെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിയതിൻ്റെ വീണതിൻ്റെ മാത്രമല്ല, ഒരു പോലീസുകാരി എൻ്റെ ശരീരത്തിലേക്ക് അവർ കൈകുത്തി വീഴുകയാണ് എൻ്റെ ചെസ്റ്റിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസ്കംഫർട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
അപ്പം എയർ ക്യാമ്പിൽ എത്തിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോലീസുകാരോട് പറയണം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എനിക്ക് നല്ല അവശതയുണ്ട്. അപ്പോൾ ഇവർ ചെന്ന് പറയുമ്പോൾ പോലീസ് അതെന്തായാലും നിങ്ങളെ കൊണ്ടുപോകുമല്ലോ കുറേ കഴിയുമ്പോൾ എന്നുള്ള രീതിയിൽ ലാഘവത്തിൽ പറഞ്ഞ് തിരിച്ചു. അതെ അതെ. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും പറഞ്ഞു, എനിക്ക് തീരെ വയ്യാത്ത സിറ്റുവേഷനാണ്, നിങ്ങൾ ഒന്നുകൂടെ പോയി പറയണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ രണ്ടാമത് പോകുമ്പോഴും ഇവരത് വലിയ മൈൻഡ് ആക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. എന്തായാലും അവിടെ നമ്മൾ പെട്ടുപോയല്ലോ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ടി സിദ്ദിഖ് MLA വന്നു. അപ്പോൾ ഞാൻ സിദ്ദിഖേട്ടനോട് സിദ്ദിഖേട്ട കൈയൊക്കെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് അവസ്ഥ, പക്ഷേ ഇവർ ഫസ്റ്റ് എയ്ഡ് പോലും തരുന്നില്ല, കൊണ്ടുപോകുന്നില്ല. എൻ്റെ കൂടെയുള്ള അഖിലയുണ്ട്, അഖിലയ്ക്കും തലകറക്കമാണ്, അഖിലയും എപ്പോൾ വേണേലും വീഴാം എന്നുള്ള സിറ്റുവേഷനാണ്, ഒന്ന് കൊണ്ടുപോകാൻ പറയണം ഹോസ്പിറ്റലിൽ. കാരണം ഇത് നമ്മുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ പ്രതിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്, സ്റ്റേറ്റിൻ്റെ ജോലിയാണല്ലോ. സുപ്രീം കോടതിയുടെ വിധികളടക്കം നിലവിലുള്ള സാഹചര്യമാണ്. അപ്പം സിദ്ദിഖേട്ടൻ പോയി ഇവരോട് സംസാരിക്കുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്, ഇവർ വാക്ക് തർക്കമൊക്കെ ആയി. അത് കഴിഞ്ഞും കൊണ്ടുപോകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തും കുറേ കുട്ടികളും അവിടെയുണ്ട്. ഇവരങ്ങോട്ട് പ്രതിഷേധം വിളിക്കാൻ തുടങ്ങി. അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു ആംബുലൻസ് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ആംബുലൻസിനകത്ത് കയറ്റുമ്പോൾ സാർ ഞാനൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഒരു കുട്ടിക്ക് തല ഇറങ്ങി നിൽക്കുകയാണ്, അത് വീഴാൻ എപ്പോൾ വേണേലും തലകറക്കമാണ്, വീഴാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഒന്നുകിൽ നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടിയെ ഇതിനെ അക്കമ്പനി ചെയ്യാൻ, ഇതിനെ ഒന്ന് പിടിക്കാനായിട്ട്, എൻ്റെ കേസ് പോട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും കയറിപ്പോവും, അതിന് ഒരു കൂടെയുള്ള ഒരു സുഹൃത്തിനെ പോലും ഇവർ പെർമിറ്റ് ചെയ്തില്ല, സമ്മതിച്ചില്ല. എന്നാൽ പോലീസുകാരായിട്ട് ഈ കുട്ടിയെ പിടിച്ച് സോഫ്റ്റായി ഹാൻഡിൽ ചെയ്ത് ആംബുലൻസിലേക്ക് കയറ്റുന്നുണ്ടോ, അതും ഇവർ ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അഖിലയ്ക്ക് ഡ്രിപ്പ് ഇടണം, 2 ഇഞ്ചക്ഷൻ എടുക്കണം. അഖിലയെ അങ്ങോട്ട് മാറ്റി. ഞാൻ ഡ്രസ്സിങ് റൂമിലേക്ക് പോയി ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ വൂൺസിലൊക്കെ മെഡിസിനൊക്കെ വെച്ച് ഞാൻ ചെയറിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതൊക്കെ അറിഞ്ഞിട്ട് ഓടി ഹോസ്പിറ്റലിൽ എത്തുകയാണ്, ജനറൽ ഹോസ്പിറ്റലിൽ. അപ്പം എനിക്ക് തോന്നുന്നു ദിൽജിത്താണ് അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ, പോലീസ് ഓഫീസർ. അപ്പം തിലകൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി, കൈ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇതാണ്, കുഴപ്പമില്ല, ഇപ്പം മെഡിസിനൊക്കെ വെച്ചു. അപ്പം ഇദ്ദേഹത്തെ എന്നെ സംസാരിക്കാനായിട്ട് പെർമിറ്റ് ചെയ്തു. ഇതിന് മുമ്പ് ആംബുലൻസിൽ കയറുമ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ആരോട് സംസാരിക്കാൻ സമ്മതിക്കില്ല, പോകും, മെഡിസിൻ എടുക്കും, തിരിച്ച് അതുപോലെ വരും എന്ന് താക്കീത് ചെയ്തിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകും. അപ്പം ഹസ്ബൻഡ് വന്നിട്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, ഹസ്ബൻഡിനെ അങ്ങോട്ട് തള്ളി മാറ്റി, അദ്ദേഹം മാറി നിന്നു. അത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ഈ കണ്ടോൺമെൻറ്റ് CI അവിടെ വരികയാണ്. അദ്ദേഹം എന്തോ സംസാരിക്കുന്നുണ്ട്, ഞാൻ പക്ഷേ കുറച്ചപ്പുറത്തിരുന്നതുകൊണ്ട് എനിക്ക് കേട്ടില്ല എന്താണ് സംസാരിച്ചതെന്ന്. അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് എന്നെയാണ് ആദ്യം തിരിച്ച് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെയൊക്കെ എന്താണ് ഇയാൾ പറഞ്ഞതെന്ന് അറിയാമോ എൻ്റെ മുന്നിൽ നിന്ന്? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? നിങ്ങളെയൊക്കെ ഐറ്റംസ് എന്നാണ് ഇയാൾ അഭിസംബോധന ചെയ്തത്. അപ്പോൾ കണ്ടോൺമെൻറ്റ് CI ഷാഫി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു പൊതുപ്രവർത്തകയാണല്ലോ, നമ്മൾ എല്ലാവരും സാർ ഇതിനകത്ത് പൊതുജനങ്ങളടക്കം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ 7 പെൺകുട്ടികൾ അതിനകത്ത് ജയിലിൽ പോയി കിടന്ന കുട്ടികളും BTech ഗ്രാജുവേറ്റ്സും LLB സ്റ്റുഡൻസും LLB കഴിഞ്ഞ് പ്രാക്ടീസിങ് ലോയേഴ്സും MBA ഗ്രാജുവേറ്റ്സും ഒക്കെ ആയിട്ടുള്ളവരാണ്. എല്ലാവരും നല്ല കുടുംബങ്ങളിൽ നിന്ന് രാഷ്ട്രീയം പാഷൻ ആയതുകൊണ്ട് വന്നിരിക്കുന്ന കുട്ടികളാണ്. സർ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇന്ത്യ സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ അങ്ങനെയുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു കൺട്രിയിൽ നമ്മളെല്ലാവരും എന്തിനാണ് ഈ പൊളിറ്റിക്സിൽ ഇറങ്ങി നിൽക്കുന്നത്? നമ്മൾ വോയിസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ വോയിസ് ആകാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നത്. ആ നമ്മളെപ്പോലുള്ളവരെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കണം, അത് സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു CI അങ്ങനെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത തെറ്റാണ്. അദ്ദേഹം ഈ രീതിയിൽ അത് കഴിഞ്ഞ് ഞങ്ങളെ ജയിലിൽ റിമാൻഡായി 1 മണിക്ക് അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ 7 മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. രാത്രി വയ VC വീഡിയോ കോൺഫറൻസ് വഴി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മജിസ്ട്രേറ്റ് സ്വാഭാവികമായും എല്ലാ പ്രതികളോടും ചോദിക്കാറുള്ളത് പോലെ ഞങ്ങളോടും എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു. ഞാനും അഖിലയും എൻ്റെ മറ്റൊരു സുഹൃത്തും പൊതുവായി ഒരു പരാതിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലെ നിങ്ങൾക്ക് പേഴ്സണലി ഉള്ള പരാതി പറയും. അപ്പം ഞാൻ പേഴ്സണലി എൻ്റെ പരാതി ഇങ്ങനെ എൻ്റെ മുറിവുകളടക്കം കാണിച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് തരാൻ ഇവർ തയ്യാറായിരുന്നില്ല. വലിയ പ്രൊട്ടസ്റ്റിന് ശേഷമാണ് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അഖിലയും ആ രീതിയിൽ തന്നെ മൊഴി കൊടുത്തു. അപ്പോൾ സാർ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ
നമ്മളെ വളരെ മോശപ്പെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹറാസ്മെൻ്റ് ആണ്. അപ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലായിരുന്നു ജയിലിലാവുന്നു. ഞങ്ങൾക്ക് ഏകദേശം, കാരണം ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജും രീതികളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഒന്ന് ഇവർ ഏത് രീതിയിലും നമ്മളെ ഒന്ന് നിയമസഭയിൽ കയറി എന്നുള്ളത്, ഇതിൽ ഞങ്ങളെ കയറ്റി എന്നുള്ളതല്ല സർ. ഇപ്പോൾ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. രാഷ്ട്രീയമായി ഈ രംഗത്ത് നിൽക്കുമ്പോൾ എപ്പം വേണമെങ്കിലും നമ്മൾ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ നമ്മൾ അകത്ത് കിടക്കേണ്ടി വരാം എന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണ്. അതൊക്കെ മെൻ്റലി അതും കൂടെ ആണല്ലോ പൊളിറ്റിക്സ്. ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത് തന്നെ എത്രയോ പേര് ജയിലിൽ കിടന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവരിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കള്ളക്കേസ് ചുമത്തി ഞങ്ങൾ അകത്തിട്ടു എന്നുള്ളതിലാണ് ഞങ്ങളുടെ പരാതി. കോടതി വീഡിയോ കോൺഫറൻസ് കോടതി പോയില്ല. വീഡിയോ കോൺഫറൻസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വെച്ച് വീഡിയോ കോൺഫറൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ റിമാൻഡ് ഓർഡർ എല്ലാം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണി 2 മണി അത്ര നേരം നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുവാണ്. അവിടെ ഇരിക്കുവാണ്. ഞങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുവാണ്. ഭക്ഷണം അവര് തന്നതല്ല, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരെ എത്തിച്ചു തന്ന ഭക്ഷണം ഞങ്ങൾ കഴിച്ചു. സാറ് മനസ്സിലാക്കേണ്ടത്, ഈ കൈയും കാലും ഒക്കെ മുറിഞ്ഞിട്ട് മണിക്കൂറുകൾ വെള്ളം പോലും ഇവർ തന്നിട്ടില്ല. നിങ്ങൾക്ക് വെള്ളം വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇതൊന്നും ചോദിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുമ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. എല്ലാ തരത്തിലുള്ള ബേസിക് ഹ്യൂമൻ റൈറ്റ്സും അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ജയിലിലാവുകയാണ് എന്നുള്ള ഒരു ഉറപ്പായ സമയത്ത് എന്തായിരുന്നു ഒരു തോന്നല്? ഇല്ല, ഞാൻ രണ്ടും എന്താണെങ്കിലും ഫേസ് ചെയ്യാം. കാരണം നമ്മുടെ മുന്നിൽ നമുക്കറിയാമല്ലോ, കാരണം നമ്മൾ നിരന്തരം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിലപാടുകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുന്നവരാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ വീണയെ വിശ്വസിച്ച് കൂടെ വന്നവരോ അല്ല, തകർന്നു പോയവര് എന്നെ വിശ്വസിച്ചു എന്നല്ല സാർ. നമ്മൾ ജയിലിലായവരെല്ലാവരും തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും ആ റെസ്പോൺസിബിൾ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ. എന്നെ വിശ്വസിക്കുന്നതിന് പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളാണ്. പക്ഷെ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടത്, ഇതിൽ 2 അമ്മമാരുണ്ടായിരുന്നു. ആ അമ്മമാര് 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. വീട്ടിൽ അമ്മ വൈകിട്ട് സ്നാക്സും വാങ്ങി വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ ഇവരെ കാണാതിരിക്കുന്നതിനെ ഓർത്ത് അമ്മമാര് പൊട്ടി പൊട്ടി നമ്മുടെ കൂടെ ഇരുന്ന് കരയുമ്പോൾ ഇല്ല, പോലീസ് സ്റ്റേഷനിലാവുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിരാവിലെ 4 മണിക്ക് നമ്മളെ ജയിലിലാക്കി അടുത്ത ദിവസം രാവിലെ വീണ്ടും ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് രാവിലെ ബെയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഓക്കെ, ഇന്നൊരു രാത്രിയല്ലേ, രാവിലെ 4 മണി വരെയായി, നമ്മൾ വീണ്ടും അവിടെ കയറുന്നു, 11 മണിക്ക് കോടതി കൂടുന്നു, കോടതി കൂടുമ്പോൾ നമ്മുടെ കേസ് വരുന്നു, ഹിയറിംഗ് കഴിഞ്ഞ് ഓർഡേഴ്സിന് വെക്കുമായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും. അപ്പോഴും ഇവരൊന്നും അങ്ങ് തകർന്നു പോയിട്ടില്ല. തകർന്നു പോയത് അതിനകത്ത് കയറി അന്ന് ബെയിലില്ല, അടുത്ത ദിവസവും ബെയിലില്ല. അല്ല, ഈ 4 മണിക്ക് ജയിലിലേക്ക് കൊണ്ടുപോയി അട്ടക്കുളങ്ങര. അവിടെ ചെന്നപ്പോഴത്തെ അവസ്ഥ എന്നതാണ്? അവിടെ ചെന്നപ്പോഴത്തെ അവസ്ഥ സാർ, സത്യത്തിൽ അവരൊക്കെ തകർന്നത് അതിനുശേഷമാണ്. കാരണം ജയിലെന്ന് പറയുന്നത് അറിയാലോ, ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. നമ്മൾ ജയിലിൽ ചെന്ന് നമ്മുടെ കയ്യിലുള്ള കവേഴ്സ്, അപ്പോൾ ബേസിക് നമുക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ 1-2 പേർക്കൊക്കെ കിട്ടി. എനിക്കൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നു. അപ്പം ആ ജയിലിൻ്റെ താഴെ തന്നെ നമുക്ക് ചെയറോ ടേബിളോ ഒന്നുമില്ല. ആ കവർ താഴെ വെച്ച് ഓരോ ഡ്രസ്സായിട്ട് നമ്മളെടുത്ത് കുടഞ്ഞ് കാണിക്കണം. കുടഞ്ഞ് ഓരോ സാധനവും എടുത്ത് കുടഞ്ഞ് കാണിച്ച് കവർ തട്ടി. കാരണം സ്വാഭാവികമായും സെക്യൂരിറ്റി കൺസേൺസ് അവർക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പം അടുത്ത സെക്യൂരിറ്റി ചെക്ക്, നമ്മുടെ ശരീരം മുഴുവൻ അവർ ചെക്ക് ചെയ്യാണ്. സാധാരണ എയർപോർട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കിയൊക്കെ സ്കാനറിലൂടെയൊക്കെ കടത്തി വിടും. ഇത് അങ്ങനത്തെ ടെക്നോളജി ഒന്നുമല്ല, വളരെ പഴയ ടെക്നോളജിയാണ് ഇപ്പോഴും അവർ അവലംബിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ഡ്രസ്സെല്ലാം ഊരി, അണ്ടർ ഗാർമെൻറ്റ്സ് അടക്കം നമ്മൾ കുടഞ്ഞ് ഊരി കാണിക്കേണ്ട, പക്ഷെ എന്നാലും എല്ലാം ഫുൾ അവര് അണ്ടർ ഗാർമെന്റ്സ് ഉൾപ്പെടെ, അതായത് നമ്മുടെ അരയിൽ അരഞ്ഞാണം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പാൻറ് താഴ്ത്തി നമ്മുടെ അണ്ടർ ഇതാക്കി കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അതെ, അവിടെയാണ് സത്യത്തിൽ ആദ്യം എല്ലാവരും തകർന്നു പോയത്. കാരണം ഇങ്ങനെ ഒരു രീതിയിൽ പോകേണ്ടി വരും എന്നറിയില്ലല്ലോ അവർക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പോലീസ് ഇതെല്ലാവരും, എല്ലാ വനിതകളും ചെയ്യുന്നതാണ്, ഇത് ചെയ്തേ തീരുകയുള്ളൂ. കാരണം നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. അവരുടെ രീതി അതാണ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വിമാനത്തിൽ കയറാൻ പോലും വേണ്ട. ഇത് വിമാനത്തിലാണെങ്കിൽ നമ്മൾ സ്കാനറിന്റെ മതി. പക്ഷെ ഇവിടെ അതല്ല, ഇപ്പോഴും അങ്ങനെയാണ്.
എന്നിട്ട് നിങ്ങളെ എങ്ങോട്ട് സെല്ലിലേക്ക് അപ്പൊ ഞാനല്ല ആദ്യം കയറി ഇത് ബോഡി ചെക്കിന് നിന്നവർക്കൊക്കെയാണ് വലിയ പ്രയാസം. അപ്പൊ ഇവരുടെതൊക്കെ കണ്ടപ്പോൾ ഞാൻ മെന്റലി പ്രിപ്പയർ, എന്തായാലും ഞാൻ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഓക്കെ ആയി. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളെ നേരെ കൊണ്ടുപോയി അവിടെ സ്റ്റോർ റൂമിൽ നിന്ന് ഞങ്ങൾക്കുള്ള 2 പാത്രം, ഒരു മൊന്ത, ഒരു കപ്പ്. അപ്പം ഈ പാത്രം എടുത്ത് കയ്യിൽ വെച്ച് വസ്ത്രം അവര് തരുന്നതാണോ? അല്ല, വസ്ത്രം ഞങ്ങളുടെ റിമാൻഡ് ആണല്ലോ, അപ്പം നമ്മുടെ വസ്ത്രം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇടാവുന്ന 2 ജോഡി വസ്ത്രം, ബേസിക് ആയിട്ട് ഒരു ടവല്, അങ്ങനത്തെ സാധനം, ബെഡ്ഷീറ്റ് ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല അവര്. ഇത് മാത്രമായിട്ട് കയറാം. ഈ പാത്രവും ഇതുമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ പാത്രത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ എനിക്കറിയില്ല പാറ്റയാണോ പല്ലിയാണോ എന്താണ് ആ സ്റ്റോർ റൂമിലുള്ളത്. എൻ്റെ ഭയങ്കരമായ ദുർഗന്ധം. അത് കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വോമിറ്റ് ചെയ്യാൻ വരുന്ന സെൻസേഷനായി സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ കുട്ടികൾ ഇത് കഴിഞ്ഞ് റൂമിലേക്ക് ഞങ്ങളെ സെല്ലിലേക്ക് മാറ്റി. എല്ലാവരും 7 പേരും ഒരു സെല്ലിൽ. വേറെ ആരെങ്കിലും സെല്ലിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ 7 പേരും മാത്രം. ഈ സെല്ല് ഒരു പൂട്ടി, വെളിയിൽ പൂട്ടും, വെളിയിൽ പൂട്ടും. നമ്മൾ സാധാരണ അഴി എണ്ണുക എന്ന് പറയില്ലേ, അതുപോലെ 15ഓ 16ഓ കമ്പിയുണ്ട്. നമ്മൾ അഴിയൊക്കെ അവിടെ സംവിധാനം. ഒരു പായുണ്ട്. പായ സ്വാഭാവികമായിട്ടും നല്ല പായൊന്നുമല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് അതിന്റെ ഇഴകളൊക്കെ കുറെയൊക്കെ പോയ അങ്ങനത്തെ പായ. തലേണ ഇല്ല. അതാണ് പ്രധാനപ്പെട്ട ശിക്ഷ. പായുണ്ട്, ഒരു ഷീറ്റും അവർ അടുത്ത ദിവസം തന്നു. ഇതാണ് നമുക്ക് തരുന്നത്. ഒരാൾക്ക് ഒരു പായും ഒരു ഷീറ്റും. ഇനി അതിനേക്കാളും കൗതുകകരമായ ഒരു കാര്യം, നമ്മുടെയൊക്കെ മനുഷ്യരുടെ ബേസിക് നെസസിറ്റി ആണല്ലോ നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാം. ടോയ്ലറ്റ് ചെന്ന് നോക്കുമ്പോൾ സെല്ലിനകത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് ഏതാണ്ട് ഇത്ര പൊക്കം വരും അതിൻ്റെ ചുമരിന്. അതായത് നമ്മൾ എഴുന്നേറ്റ് നിന്നാൽ നമ്മുടെ ഇവിടുന്ന് മുകളിലേക്ക് ഇത്രയും കാണും. അതായത് നമുക്ക് അവിടെ ഒന്ന് കുളിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ബേസിക് ആയിട്ട് വേണമെങ്കിൽ ആ വെളിയിലുള്ളവർക്കും കാണാൻ പറ്റും. കാരണം പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ എണീറ്റ് നിന്നാൽ കാണാൻ പറ്റുമല്ലോ ഹൈറ്റ്. അപ്പോൾ ഈ ടോയ്ലറ്റ് കണ്ട ഉടനെ ഈ പെൺകുട്ടി കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരൊക്കെ തകർന്നു പോയി. കാരണം ടോയ്ലറ്റ് ഭയങ്കര അൺടൈഡിയാണ്. അപ്പോൾ അവരെ ഞാൻ ചെന്ന ഉടനെ പറഞ്ഞു, ചേച്ചി ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരാകെ ടോയ്ലറ്റും കൂടെ കണ്ടപ്പോൾ അവർ മൊത്തത്തിൽ തകർന്നു. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴേക്കും ഈ പ്ലേറ്റിൻ്റെയും ടോയ്ലറ്റിൻ്റെയും ഇഷ്യൂ. അപ്പോൾ അന്ന് രാത്രി തന്നെ ഇവർ പറഞ്ഞു, ചേച്ചി ഒരു കാരണവശാലും നമുക്ക് ഒരു കാരണം, ഇവർ കോമൺ ആയിട്ട് എല്ലാവരും വട്ടം ഇട്ടിരുന്ന, ഒരു കാരണവശാലും നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കില്ല, കാരണം നമുക്ക് പ്ലേറ്റും മാറ്റി തരണം, ടോയ്ലറ്റും ക്ലീൻ ചെയ്യണം. അപ്പോൾ രാത്രി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനോട് ഞങ്ങൾ വിളിച്ച് ടോയ്ലറ്റ് ക്ലീൻ അല്ല എന്ന് പറഞ്ഞു. അത് ക്ലീൻ ആണല്ലോ, ആ ടോയ്ലറ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെയാണ് എല്ലാം. പക്ഷേ അടുത്ത ദിവസം രാവിലെ അവർ അത് നമുക്ക് ക്ലീൻ ചെയ്യിപ്പിച്ച് തന്നു. അതിനുശേഷം ആ ടോയ്ലറ്റ് യൂസബിളായി. പക്ഷെ പ്ലേറ്റ് ഈ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ഭയങ്കരമായ ദുർഗന്ധമുള്ള പ്ലേറ്റിൽ എങ്ങനെയാണ് കഴിക്കുക? കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ല കോളറയോ ടൈഫോയിഡോ ഒക്കെ വരുമോ എന്നുള്ള മാനസികാവസ്ഥയിലായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ആരും ഭക്ഷണം രാവിലെ കഴിച്ചില്ല. ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ 4 മണിക്ക് ഒരു 2 മണിക്കൂർ, 6 മണിയായപ്പോൾ 2 മണിക്കൂർ ഞങ്ങൾ 6 മണിയായപ്പോൾ വിളിച്ചുണർത്തി. അവിടുത്തെ ഉണർത്തി അവിടുത്തെ ടൈമിങ്സിനനുസരിച്ച് ഞങ്ങളെ വിളിച്ചുണർത്തി. ചായ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇല്ല, നിങ്ങൾ ചായ വാങ്ങിയേ തീരുള്ളൂ. ചായ വാങ്ങി, കാരണം നിങ്ങൾക്ക് കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, വന്ന് വാങ്ങിയേ പറ്റും. പിന്നെ ഞങ്ങൾ പോയി ചായ വാങ്ങി. ക്യാൻറ്റീനിലല്ല സാർ, ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണല്ലോ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ വാങ്ങി. തിരിച്ച് ഞങ്ങൾ സെല്ലിനകത്ത് വന്ന് അതവിടെ വെച്ച് എല്ലാവരും വീണ്ടും കിടന്നു. അടുത്ത 7-8 മറ്റോ ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചു. അപ്പോൾ തട്ടവും കൊണ്ട് പോകണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഞങ്ങൾ കഴിക്കുന്നില്ല, നിരാഹാരമാണെന്ന് പ്രഖ്യാപിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA വന്നു. അപ്പോൾ ഷാഫി ഏട്ടനോട് ഞങ്ങൾ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്, ഈ പ്ലേറ്റിൽ ഞങ്ങൾക്ക് കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു സംസാരിച്ചു, റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കി തന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ച് അങ്ങനെ നിരാഹാരം പിൻവലിച്ചു. കാരണം സെല്ല് അത് തന്നെ. പിന്നെ ഞങ്ങൾ ഷാഫിക്കയുടെ ഒരു കാര്യം കൂടി പറഞ്ഞു, കാരണം ആ ബാത്റൂമിൽ നമുക്ക് കുളിക്കാൻ സാധിക്കില്ല, കാരണം എണീറ്റ് നിന്നാലല്ലേ ഒരാൾക്ക് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒന്ന് ഫ്രഷ് ആവണ്ടേ, അപ്പോൾ അതിന് പോലും സാധിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ടാങ്കും ഒക്കെ നമ്മൾ ഈ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ 1-2 സിനിമയിൽ അങ്ങനത്തെ ഇത് കണ്ടിട്ടുണ്ട്. 3 ടാങ്കൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, ടോയ്ലറ്റ്സ് ബാത്റൂം ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അതിലും നമുക്ക് അതുമൊക്കെ അനുഭവമാണ്. കാരണം ഈ ജയിലിലെ ഇൻമേറ്റ്സ് അഭിമുഖീകരിക്കുന്ന ചില ബേസിക് ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടല്ലോ. നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് ഈ മൊന്തയിൽ വെള്ളം എടുത്ത്
ബ്രഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ വെള്ളമായിട്ട് വരുമ്പോൾ ആ വെള്ളം തീരുകയാണ്, വീണ്ടും എടുക്കാൻ പോണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. പിറ്റേ ദിവസം ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലേ? ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചാണ്. ഒരു 11:30-12 ഇല്ല പ്രൊഡ്യൂസ് ചെയ്തില്ല, അഡ്വക്കേറ്റ് മാത്രം ഹാജരായതേ ഉള്ളൂ. അറിഞ്ഞു. അപ്പോഴും നമ്മൾ അപ്പോഴും വളരെ പ്രയാസം. ഇനി ഇന്നൊരു രാത്രി ഇങ്ങനെ കഴിച്ചു കൂട്ടും, കാരണം ഭയങ്കര കൊതുകും പ്രയാസങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ കൊതുകുണ്ട്, കൊതുകിന്റെ ശല്യമുണ്ട്, ഫാനുണ്ട്. ഫാൻ ഉണ്ടെങ്കിലും കൊതുകുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും തകർന്നു, വീണ്ടും പൊട്ടിക്കരച്ചിലായി, ബഹളമായി. പിന്നെ അവരെ നമ്മൾ സമാധാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നേതാക്കളൊക്കെ കാണാൻ വന്നോ? എല്ലാവരും വന്നു. അത് ഞാൻ എടുത്തു പറയണം, കാരണം നമുക്ക് ഭയങ്കര ഒരു മോറൽ സപ്പോർട്ട് എല്ലാ നേതാക്കന്മാരും, നമ്മുടെ KPCC പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും ഉമ്മൻചാണ്ടി സാറ്, രമേശ് ചെന്നിത്തല സാർ, എല്ലാ നേതാക്കന്മാരും, നമ്മുടെ നിരവധി MLA-മാര്, MP-മാര് എല്ലാവരും. 4 ദിവസം ജയിലിൽ കിടന്നത് സർ, ഈ പോലീസുകാരിക്ക് ഫ്രാക്ചർ ഉണ്ടല്ലോ, അതായത് നമ്മൾ അവരെ ആക്രമിച്ച് അവരുടെ കാലോ മറ്റോ ഒടിച്ചിട്ടുണ്ട് എന്നാണ് കേസ്. സർ, ഞാൻ വിചാരിക്കുന്ന അവരെന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കൈ കുത്തി വീഴുന്ന ഒരു ഫോട്ടോ അതിനുശേഷം കാണാനിടയായി. അപ്പോൾ ആ സമയത്തോ മറ്റോ അവരുടെ കാല് വീണ് ഒരു കാരണവശാലും ഒടിയാനുള്ള. സാർ, ബേസിക് ആയിട്ട് സാർ, ഞങ്ങൾ 7 പെൺകുട്ടികളെ 10-20 വനിതാ പോലീസുകാർ ചേർന്നാണ് പിടിച്ച് വലിച്ചഴച്ചു കൊണ്ട് പോകുന്നത്. നമ്മൾ ഇത്രയും പേരുടെ ഞങ്ങൾക്കൊക്കെ മുറിവുണ്ടായിട്ടുണ്ട്. അത് ഓക്കെ, അത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കാലിനോ കൈക്കോ ഒടിവോ ചതവോ വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പോലീസ് വന്ന് നിയമം നടപ്പിലാക്കാൻ നിൽക്കുമ്പോൾ അവരാണല്ലോ ഫോഴ്സ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്, നമ്മളെക്കാളും അധികം സംഘടിച്ച്. എങ്ങനെയാണ് അവരുടെ കാലൊടിയുന്നത്? ഈ 333 എന്ന് പറയുന്ന യൂണിഫോമിലുള്ള പോലീസിൻ്റെ ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാക്കി എന്നുള്ള വകുപ്പ് പറഞ്ഞ് ഞങ്ങൾ അകത്തിടുകയാണ്. പക്ഷെ ഞാൻ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു ആയിട്ട് സംസാരിക്കുമ്പോൾ മൃദുലേട്ടൻ പറയുന്നത് വൂണ്ട് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മൃദുൽ ചേട്ടൻ്റെ അറിവ് OP ടിക്കറ്റാണ് ഹാജരാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി ചിലപ്പം അവർക്ക് ആ പോലീസുകാരിയുടെ ഫ്രാക്ചർ കാണിക്കണമെങ്കിൽ ചിലപ്പം വല്ല അവരുടെ കാലങ്ങാനും തല്ലി ഒടിച്ച് ഒരു എക്സ്റേ എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. എന്താണ് ഭക്ഷണം? പണ്ട് നമ്മൾ സിനിമയിലെ കാണുന്ന ഗോതമ്പൊണ്ടിയൊന്നുമല്ല. അല്ല, ഭക്ഷണം ഞങ്ങൾ ആദ്യം ചെന്ന ദിവസം ലഞ്ചിന് ചോറും മീൻകറിയും ഒക്കെ ആയിരുന്നു. അടുത്ത ദിവസം അവിടുത്തെ ഒരു വെൽഫെയർ ഓഫീസറോ മറ്റോ റിട്ടയർ ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻമേറ്റ്സിനും ഒക്കെ ബിരിയാണി, ചിക്കൻ കറി. തൊട്ടടുത്ത ദിവസം വെജിറ്റേറിയൻ. ലഞ്ച് നല്ല ലഞ്ചാണ്, പക്ഷെ ഡിന്നറിലേക്ക് വരുമ്പം ബേസിക് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല. ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഭയങ്കര വൃത്തിയും ഈ ബേസിക് ആയിട്ടുള്ള, പിന്നെ ആഫ്റ്റർ ഓൾ ജയിലാണല്ലോ, ഇനി അവിടെ കിടക്കുന്നവർ വീണ്ടും വരാതിരിക്കുക എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ മൊന്തയും കീറിയ പായയും ഒക്കെ ആയിട്ട് നമ്മളെ, പിന്നെ ബേസിക് ആയിട്ട് പില്ലോയോ അങ്ങനത്തെ ഒരു ലക്ഷറി ഇല്ലല്ലോ, മെത്തയില്ല. ജയിൽ അധികൃതരുടെ സമീപനം, ജയിലിലെ ജീവനക്കാരുടെ സമീപനം. സർ, ജയിൽ ജീവനക്കാര്, സൂപ്രണ്ട് വളരെ മാന്യമായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. കാരണം നമ്മൾ ആരും ഹാർഡ് ആൻഡ് ക്രിമിനൽസ് അല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത്. അത് നമ്മൾ എടുത്ത് പറയണം. കാരണം നമ്മൾ അവിടെ ചെന്ന് ഒരുപക്ഷെ സൂപ്രണ്ടിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് കൂടി വളരെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ തകർന്നു പോയാനെ. അപ്പോൾ അവിടെയൊക്കെ സൂപ്രണ്ട് നല്ലൊരു ഓഫീസറാണ്. ആ രീതിയിലുള്ളത് ഇതാക്കി. വെൽഫെയർ ഓഫീസർ ആയാലും നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷേ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. സ്വാഭാവികമായും അതിനകത്തും എനിക്കറിയില്ല, പലർക്കും പല പൊളിറ്റിക്സും ഒക്കെ ഉണ്ടാകാമല്ലോ. അപ്പം അതിൻ്റെതായ ഒരു 1-2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ സ്വരമൊക്കെ മാറി തുടങ്ങി. പിന്നെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാകും എന്നുള്ള. മോശമായിട്ട് സംസാരിച്ചോ എന്നുള്ളതല്ല സർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരോടും അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ദേഷ്യവും ഇതുമൊക്കെ വീട്ടിൽ പ്രകടിപ്പിക്കുമെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരോടും. പക്ഷേ ഞാൻ ഒരു ഓഫീസറിനോട് എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു. കാരണം എൻ്റെ ഈ 2 കൈയും ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സും എല്ലാം ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അവർ എടുത്ത് തലേദിവസമൊക്കെ നമ്മൾ കുടഞ്ഞ എല്ലാം കൺവിൻസ് ചെയ്ത് തന്നെയാണ് കെയർ ചെയ്തത്. പക്ഷെ അടുത്ത ദിവസം വന്നപ്പോഴേക്കും ഈ ഡ്രസ്സ് ഇങ്ങനെ കുടഞ്ഞ് കാണിച്ചാൽ പോരാ, ഞാൻ എൻ്റെ ഈ കൈ വെച്ച് അത് തിരിച്ച് മറിച്ച് അവരെ ഓരോ ഇതും ബോധ്യപ്പെടുത്തണം എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അകത്തേക്ക് ഈ ഡ്രസ്സ് വേണ്ട, നിങ്ങളിതിവിടെ വച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ
അകത്തേക്ക് കയറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായി. അവരവരുടെ ഡ്യൂട്ടി ആയിരിക്കാം ചെയ്തത്, എനിക്കറിയില്ല. പക്ഷേ നമ്മളൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കിടക്കുന്നവരാണല്ലോ ആ സമയത്ത്. അപ്പം നമ്മൾ ഹാർഡൻ ക്രിമിനൽസ് അല്ല, നമ്മൾ കിർമാണി മനോജോ കൊടിസുനിയോ ഒന്നും അല്ല. നമ്മൾ നീതി നടപ്പിലാക്കാൻ വോയിസ്ലെസ് ആയിപ്പോയ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രതിഷേധിച്ച ആൾക്കാരാണ്. അപ്പം നമ്മളോട് അങ്ങനെ ഒരു ഹാർഡൻ ക്രിമിനൽസിനോട് സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു എൻ്റെതായിട്ടുള്ളൊരു പ്രതിഷേധം നടത്തി. അത് ഞാനൊരു പരാതിയായിട്ട് പറയുന്നല്ല, അത് ഞങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അത്ര ക്രിമിനൽ കുറ്റം ചെയ്ത് പഠിക്കുന്ന ആരെങ്കിലും പരിചയപ്പെട്ടോ അവിടെ കിടക്കുന്ന ആരെങ്കിലും? ഇല്ല, ഞങ്ങളോട് പറഞ്ഞു ആരോടും സംസാരിക്കാൻ നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രതികളാരും കണ്ടില്ല. പ്രതികളെ കണ്ടു, പലരെയും കണ്ടു. കാണുമ്പോൾ നമ്മൾ ചിരിച്ചു. പലരും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. സംസാരിക്കാൻ ശ്രമിച്ചോ? ഇല്ല, ആരും അങ്ങനെ അധികം സംസാരിക്കാനൊന്നും ശ്രമിച്ചില്ല. കാരണം അവർക്കും വിലക്കുണ്ടല്ലോ, അവരും സംസാരിക്കാൻ ശ്രമിച്ചില്ല. ജയിലിൽ കഴിയുന്നവരോട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി അതൊരു പ്രശ്നമാവുമോ? കാരണം അവർക്കൊക്കെ പുറത്തിറങ്ങിയിരിക്കാനുള്ള പെർമിഷനും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷെ നമുക്ക് പുറത്തിറങ്ങിയിരിക്കാനുള്ള പെർമിഷൻ അങ്ങനെ തന്നില്ല. നമ്മൾ നമ്മുടെ ഭക്ഷണം വാങ്ങും, സെല്ലിൽ വരും, കഴിക്കും, പ്ലേറ്റ്. കൂടെ ഉണ്ടായിരുന്നവർ ഓരോ ദിവസം ചിലനൂറും മെച്ചപ്പെട്ടു, അവരുടെ സ്ട്രോങ് ആയി മെച്ചപ്പെട്ടു എന്നല്ല സാർ, കൂടെ ഉള്ളവർ ഓരോ ദിവസം കഴിയുന്തോറും പ്രയാസം തന്നെയായിരുന്നു. കാരണം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇന്നും നമ്മളിവിടെ കിടന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് ഹെൽപ്ലെസ് ആകുമ്പോൾ ഒരു നിസ്സംഗതയുണ്ടല്ലോ. ഇപ്പോൾ പലരും പറഞ്ഞു ആദ്യമൊക്കെ കരയുമായിരുന്നു, ഇപ്പം കരച്ചിൽ പോലും വരുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പലരും എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിള്ളേരൊക്കെ കാണാൻ വന്നു അവരുടെയൊക്കെ? ഇല്ല, എൻ്റെ സുഹൃത്ത് ഷാനി എൻ്റെ കൂടെ വട്ടിയൂർക്കാവിലെ ഇലക്ഷനൊക്കെ ത്രൂ ഔട്ട് എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നിന്ന ഒരാളാണ്. അപ്പോൾ ഷാനിയുടെ കുഞ്ഞിനെ കൊണ്ടുവരട്ടെ, അതിന് അറേഞ്ച് ചെയ്യട്ടെ എന്ന്. ഷാനി പറഞ്ഞു ഇല്ല, ഞാനിങ്ങനെ ജയിലിൽ കിടക്കുന്ന എൻ്റെ മക്കൾ കാണണ്ട. കാരണം കുഞ്ഞുങ്ങളല്ലേ, അവരുടെ മനസ്സിൽ അമ്മ ഈ ജയിലിൽ കിടക്കുന്ന ഒരു ഇമേജ് ആയിരിക്കും വളർന്നു വരുമ്പോഴും ഉണ്ടാവുക. ആ ഒരു ഇമേജ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇറങ്ങുമ്പോൾ അവർ കണ്ടാൽ മതി എന്ന് ഷാനി പറഞ്ഞു. അഖിലയുടെ കുഞ്ഞിനെയും അങ്ങനെ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് യാതൊരു. ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞത് എപ്പോഴാണ്? ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞത് ഇന്നലെ ഉച്ചയോടുകൂടി നമ്മളെ KPCC ട്രഷറർ കാണാൻ വന്നിരുന്നു. അപ്പോൾ സാറിനോട് സംസാരിച്ച്, സാർ അപ്പം ജയിൽ അതോറിറ്റീസിൻ്റെ അടുത്തൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് സാറ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സുധീർ ഷായുടെ കോള് വന്നു. ഓഫീസിൽ അറിയിച്ചു നമുക്ക് ബെയിലായിട്ടുണ്ട് എന്ന്. സന്തോഷമായി. അപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾ മെനിഞ്ഞാന്നും കൂടി കിട്ടാതായപ്പോഴേക്കും, മെനിഞ്ഞാന്ന് വരെ ഒരു 90% നമുക്ക് ഇന്ന് ബെയിൽ കിട്ടും എന്നുള്ള മാനസികം. അപ്പോൾ ഇന്നലെ ആയപ്പോഴേക്കും ഞങ്ങളെ കാണാൻ വന്നവരൊക്കെ ഒരു 60 to 70% കിട്ടും എന്നുള്ള രീതിയിലേക്ക് അവർ ടോൺ മാറ്റി. അതായത് നമ്മൾ അമിതമായി എക്സ്പെക്ട് ചെയ്ത് ഇന്നും കൂടെ, കാരണം ഇന്നലെ ബെയിൽ ഡിനൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേയും കഴിഞ്ഞ് മൺഡേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ദിവസത്തേക്ക് വലിയ ആഘാതമാകും എന്നുള്ളതുകൊണ്ട് അവരും എ ബിറ്റ് മോർ കോഷ്യസ് ആയിരുന്നു നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കും. ഇനി ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ താല്പര്യമുണ്ടോ? അല്ല സാർ, ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. എൻ്റെ പ്രസ്ഥാനം എന്നോട് എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് 101% കാരണം ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിൽ ഒരു വിട്ടുവീഴ്ച വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളേ അല്ല. അതുകൊണ്ട് ഇനിയും എന്നെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ഞാനത് 100% കമ്മിറ്റ്മെൻറ്റോടുകൂടി തന്നെ ചെയ്യുകയും ചെയ്യും. ആ സാഹചര്യത്തിൽ എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാൽ ഞാൻ പോകാൻ തയ്യാറാണ്. എൻ്റെ സഹപ്രവർത്തകരും അങ്ങനെ തന്നെ. കാരണം അവരും പേടിച്ച് നിർത്തുന്നില്ല. ഇല്ല, അവര് ഒരു ക്രൈസിസ് ഫേസ് ചെയ്തല്ലോ. അപ്പം അവരും ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്, എല്ലാവരും. അതുകൊണ്ട് അവരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിയമസഭയിൽ വിഷയം ഉയർന്നില്ലേ? നിയമസഭയിൽ ഈ വിഷയം ഞാൻ അറിഞ്ഞത് അടിയന്തര പ്രമേയത്തിനിടയിൽ പ്രതിപക്ഷ നേതാവോ മറ്റോ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്നും എടുക്കാൻ എനിക്കിതുവരെ സമയം കിട്ടിയിട്ടില്ല. കെ ബാബു MLAയും ഇത് ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അൻവർ സാദത്ത് MLA സംസാരിച്ചു എന്നറിഞ്ഞു. അപ്പം നമ്മുടെ നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും വലിയ ഒരു പിന്തുണ തന്നെയാണ് നമുക്ക്. എന്താണ് ഈ വിഷയത്തിൽ ഇത്ര താല്പര്യം? അനുപമ വിഷയത്തിൽ സാർ, അതാണ് എനിക്ക്, അതായത് സാറ് ശ്രദ്ധിച്ചിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ അനുപമയുടെ വിഷയം എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ത്രീയാണ്. ഒരു കുഞ്ഞിൻ്റെ വിഷയം, 1 വയസ്സ് മാത്രമായിട്ടുള്ള സംസാരിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഒരു കുഞ്ഞിന് അതിൻ്റെ ബേസിക് റൈറ്റാണ്, അതിൻ്റെ ബയോളജിക്കൽ. സാർ, ഏത് നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആയാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏത് നിയമത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വെൽഫെയർ ഓഫ് ദ ചൈൽഡാണ്. ആ കുഞ്ഞിന് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് എപ്പോഴാണ് നടപ്പിലാക്കപ്പെടുന്നത്? അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കും. ഇനി ഒരു പോറ്റമ്മയും പോറ്റച്ഛനും
സ്വർണ്ണത്തൊട്ടിലിൽ കിടത്തുമെന്ന് പറഞ്ഞാലും അമ്മയുടെ സ്വന്തം അമ്മയുടെ പെറ്റമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുക എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ റൈറ്റാണ്. അവിടെ മാത്രമേ ആ കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് സെർവ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ആ കുഞ്ഞിനൊപ്പമാണ്, ആ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയ്ക്കൊപ്പമാണ് എന്ന് സർക്കാർ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും അവർ ആ കുഞ്ഞിനൊപ്പം അല്ല, ആ അമ്മയ്ക്കൊപ്പം അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളൊക്കെ ഈ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പം ഇപ്പോഴും വേട്ടക്കാർക്കൊപ്പം തന്നെയാണ് സർക്കാർ കൂടി ഒരു വേട്ടക്കാരനായി നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. ഈ അനുപമയ്ക്കെതിരെ CPM സർക്കിൾ ഭയങ്കര മോശമായ പ്രചരണങ്ങളാണല്ലോ നടത്തുന്നത്. അല്ല സാർ, ഈ ഇഷ്യൂ വന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട്, കാരണം ഞാൻ മത്സരിച്ച നിയോജക മണ്ഡലത്തിലാണല്ലോ ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് സാർ മനസ്സിലാക്കണം, ഈ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട്, ഈ അമ്മയും അച്ഛനെയും കുറിച്ച് വളരെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ അവളെ ഏറ്റവും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് എന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഞാനിരുന്ന് ചിന്തിക്കുന്നു, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ അമ്മ എത്ര മോശമായിക്കോട്ടെ, അച്ഛൻ എത്ര മോശമായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അവരുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ഈ ലോകത്ത് ആർക്കും റൈറ്റ് ഇല്ല. കുഞ്ഞിനെ, ഇത് മനുഷ്യക്കടത്താണ് അവർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്കും റൈറ്റില്ല. ആ സംസാരിക്കാറാവാത്ത കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് വേണ്ടി ഞാൻ സംസാരിക്കണമെന്നുള്ളത് കൊണ്ടാണ്. അനുപമയെ നേരിട്ട് പരിചയമൊന്നുമില്ലായിരുന്നു? ഇല്ല, എനിക്ക് അനുപമയെ നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ ഈ വിഷയത്തിന് ശേഷം ഞാൻ അനുപമയും അജിത്തിനെയും വിളിച്ച് ഞാൻ സംസാരിച്ചു. ആ കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ വോയിസായിട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പല ചാനലുകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴൊക്കെ ഞാൻ പോയി ഞങ്ങളുടെ ഭാഗം പറഞ്ഞു. എൻ്റെ പാർട്ടിയിൽ നിന്ന് എനിക്ക് ഒരു ഹയർ ലീഡർഷിപ്പിൽ നിന്ന് എന്താണ് നിലപാട് എന്നുള്ളതിനെക്കുറിച്ച് അവരും എന്നോട് ഇതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടിയ നിർദ്ദേശം. അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വളരെ സംഘടിതമായി അത് ഇപ്പോൾ BJPയുടെ ഭാഗത്തു പോലും ഒരു പ്രൊട്ടസ്റ്റും ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ലോക്കലി ഉണ്ടായിട്ടില്ല, അല്ലാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ എല്ലാവരും കൂടെ ചേർന്ന് സംഘടിതമായി അങ്ങ് സപ്രസ് ചെയ്യാൻ നിന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. പക്ഷേ അതെല്ലാം കടന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു, കേരളത്തിലെ ഇപ്പോൾ സാർ അടക്കം നിൽക്കുന്ന നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ക്യാമറയ്ക്കൊരു സത്യമുണ്ട്. വൈകിട്ടത്തെ ചർച്ചകൾക്കടക്കം ഒരു സത്യമുള്ളത് കൊണ്ടാണ് കേരളം മുഴുവൻ ഇത് ചർച്ച. പക്ഷേ ഇതിൻ്റെ വേറൊരു നെറേറ്റീവ് ഇവർ കൊണ്ടുവന്നു. അച്ഛൻ ഇത്രയും നാൾ വളർത്തിയ മകൾ, ഞാനും ഒരു മകളാണ്, എനിക്ക് ആ ഇമോഷൻ മനസ്സിലാകും. എൻ്റെ അച്ഛനും അമ്മയാണ് ആ ഒരു സിറ്റുവേഷനിൽ പോകുന്നതെങ്കിൽ എൻ്റെ അച്ഛനും അമ്മ എത്രത്തോളം തകർന്നു എന്നുള്ളത് എനിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ അപ്പോഴും ആ കുഞ്ഞ് എന്ന് പറയുന്നൊരു വിഷയമുണ്ടല്ലോ, കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ കുഞ്ഞിനെ കൊണ്ടുപോയി അതിനെ ധൃതി പിടിച്ച് ശിശുക്ഷേമ സമിതി അതിനെ ഒരു അഡോപ്ഷൻ പ്രോസസ്സിലേക്ക് പോകും. കാരണം ഏപ്രിലിൽ അമ്മ പരാതി കൊടുത്തിട്ടും ജൂലൈ ആകുമ്പോഴേക്കും കുഞ്ഞിനെ എല്ലാം കഴിഞ്ഞ് അഡോപ്ഷനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്ലെയിം വന്ന ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ധൃതി പിടിച്ച് അത് സെറ്റിൽ ചെയ്യാതെ ഇവർക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നത്? സർ, ഇന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട് അയാൾ 2 or 3 കല്യാണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ ഫോൾസ് ആയിട്ടുള്ള വാർത്തകളാണ് ഇതിനകത്ത് പെട്ടുപോകുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്, ഇതിൻ്റെ ആക്ച്വൽ ഫാക്റ്റ് അറിയാതെ. ഞാൻ മനസ്സിലാക്കുന്നത് നസീമ എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യം ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ അവർ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ഡിവോഴ്സ് ആയതിനു ശേഷമാണ് അജിത്തുമായിട്ടുള്ള വിവാഹത്തിലേക്ക് പോകുന്നത്. അജിത്തിൻ്റെ ആദ്യത്തെ വിവാഹമാണ് നസീമയുമായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആദ്യത്തെ വിവാഹത്തിൽ ഇയാൾക്ക് കുട്ടികളില്ല, ഈ ബന്ധത്തിൽ മാത്രമാണ് അയാൾക്കൊരു കുഞ്ഞുണ്ടായിരിക്കുന്നത്. ഇതൊക്കെ വസ്തുതയായിരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള മന്ത്രി അടക്കം നിലവാരം കുറഞ്ഞ സൈബർ സഖാക്കളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം കാണുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്നവരെ ദയവ് ചെയ്ത് എനിക്ക് അവരോടുള്ളൊരു റിക്വസ്റ്റ്, CPM എന്ന് പറയുന്ന ഒരു സംഘടിതമായ ശക്തിയാണ്. AKG സെൻറ്ററിൽ നിന്ന് വരുന്ന ക്യാപ്സൂളുകൾ ഷെയർ ചെയ്തു പോകുന്ന സൈബർ സഖാക്കന്മാരാണ് ഈ നാട്ടിലുള്ളത്. അവർ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകളിലേക്കോ വാട്സപ്പ് വിശദാംശങ്ങളിലെ ട്രാപ്പിലേക്കോ വീണ് പോകാതെ ദയവ് ചെയ്ത് ഇവർ വസ്തുതകൾ മനസ്സിലാക്കുക. അച്ഛനും അമ്മയും എന്തോ ആയിക്കൊള്ളട്ടെ, 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഇന്ത്യയുടെ ഏതോ ഒരു ഭാഗത്ത് സംസാരിക്കാൻ പോലും ആകാത്ത അതിൻ്റെ
ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാറേ, അതെന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിനെ അഡോപ്റ്റഡ് ആണെന്ന് അറിയുമ്പോൾ അത് ആഗ്രഹിക്കും. എൻ്റെ അച്ഛനും അമ്മയും എന്തിനായിരിക്കും എന്നെ കളഞ്ഞത്? ആ അച്ഛനും അമ്മയും നിരപരാധികളാണ്. ആ നിരപരാധികളായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നിരപരാധിയായിട്ടുള്ള ഇരയായി പോയൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇറങ്ങിയതിൻ്റെ പേരിലാണ് നമ്മളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. പക്ഷേ ഞാനതിൽ പ്രയാസപ്പെടുന്നില്ല. ഇനിയും കിടക്കേണ്ടി വന്നാൽ ഞാൻ കിടക്കാൻ തയ്യാറ് തന്നെയാണ്. സന്തോഷം.